ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. എനിക്ക് കോട്സിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വെച്ചു. കുറേ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇന്ന് ഉച്ചയൊക്കെ ആയപ്പം പത്തനംതിട്ട പോയി. ദെൻ വന്നിട്ട് കുറച്ച് നേരമായി. കുറേ ആയി പോയിട്ട് അവിടെ നാട്ടിലൊക്കെ എല്ലാവരെയും കണ്ടിട്ട് കുറേ ആയി. അപ്പനും അമ്മയുടെ നാടെന്ന് പറഞ്ഞ അവിടെയാണ്. സോ ഫാമിലി എല്ലാവരെയും കണ്ടു, അമ്മ വീട്ടിലൊക്കെ ഒന്ന് പോയി. പിന്നെ ഇപ്പോൾ വന്നേ ഉള്ളൂ, കുറച്ച് നേരമായി. പിന്നെ പെട്ടെന്ന് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് വെച്ചു ഒരു ടോപ്പിക്കുമായിട്ട്. അതായത് പല പിള്ളേർ, പല ആൾക്കാർ നാട്ടിൽ നിന്ന് പോകുന്ന കാര്യം പറയാൻ വേണ്ടിയാണ്. ഇപ്പം ഗൾഫ് കൺട്രീസിലായാലും യൂറോപ്യൻ കൺട്രീസിലായാലും ഓരോരുത്തർക്കും ഓരോ ഓപ്ഷൻസ് കാണും. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് പുറം രാജ്യത്തിൽ പോകുന്നത്. പക്ഷെ നമ്മളെല്ലാം റെഡി ആക്കിയിട്ട് വേണം അങ്ങോട്ട് വേറെ കൺട്രീസിലോട്ട് പോകാൻ. കാര്യം നമ്മുടെ നാട് പോലെ അല്ല മറ്റു രാജ്യം എന്ന് പറയാം. പിന്നെ ഞങ്ങളിപ്പം 16 ഇയേഴ്സായി ഇവിടെ നാട്ടിൽ വന്നിട്ട്. സോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്, പിന്നെ അപ്പയും അമ്മയും പറയുന്നൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ അത്ര ഈസി അല്ല. നമ്മുടെ നാട്ടിലെ പോലെ അത്രയും ഈസിയായുള്ള കാര്യമല്ല വേറൊരു രാജ്യത്തോട്ട് പോയി നമ്മൾ നിൽക്കുമ്പോഴും ജീവിക്കുമ്പോഴും വർക്കൗട്ട് ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ നോക്കണം. പിന്നെ നല്ലൊരു ജോബ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളും എല്ലാം കണ്ടുപിടിക്കണം. ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ കസിൻസൊക്കെ ആയാലും അല്ല, എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട്, വെളിയിലൊക്കെ പോയവരുണ്ട്. സോ അവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, എടി സത്യം പറഞ്ഞാൽ നാടാ ശരിക്കും നല്ലത്, നാട് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്, അവിടെ വല്ല നിന്നാൽ മതിയാണ്, വെറുതെ ഈ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകണം എന്നൊക്കെ ഇങ്ങനെ ഒത്തിരി കമൻസ് ഒക്കെ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാമെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം എക്സ്പെക്റ്റ് ചെയ്യില്ല. അപ്പം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ആയാലും അല്ലെങ്കിൽ വെളിയിലായാലും എവിടെ ആണേലും നമ്മളെ തന്നെ നോക്കണം, നമ്മളെ ജീവിക്കണം. അതായത് എവിടെ നിന്നാലും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് പോയാൽ അവിടെ വരുമ്പം എല്ലാം റെഡിയാവും എന്നുള്ളൊരു വിചാരമേ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എല്ലാവരും. എവിടെ ചെന്നാലും നമ്മൾ വർക്കൗട്ട് ചെയ്യണം. നമ്മൾ കഷ്ടപ്പെടാതെ നമുക്ക് ഒരിടത്തും എത്താൻ പറ്റത്തില്ല, അത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ വർക്കൗട്ട് ചെയ്താലേ നമ്മുടെ ലൈഫിൽ ഗോൾസിൽ എത്തത്തുള്ളൂ. അവിടെ നിന്ന് പറഞ്ഞാൽ എല്ലാ അക്കോമഡേഷൻ സേഫും കാര്യങ്ങളും സെക്യൂറും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ വർക്കൗട്ട് ചെയ്യണം. അത് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എവിടെ ആണെങ്കിലും നമ്മൾ പീസ്ഫുള്ളായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ പലരും സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകുന്നവരുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകുന്ന ആൾക്കാരായാലും അവർക്ക് പഠിക്കുകയും വേണം, ജോലിയും ചെയ്യണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പല ആൾക്കാർക്കും പോകാൻ പറ്റുന്നില്ല. പിന്നെ പ്രോപ്പറായിട്ട് നല്ലൊരു ജോബ് നോക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. സോ ഒന്ന് എല്ലാവരെയും കൊണ്ടൊന്ന് അന്വേഷിപ്പിക്കുക. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, പരിചയത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ ഒന്ന് അന്വേഷിപ്പിക്കുകയും കാര്യമൊക്കെ ചെയ്യുമ്പം നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അല്ലാതെ നമ്മൾ അറിയാൻ മേലാത്തൊരു സ്ഥലത്തോട്ട് പോകുമ്പം നമുക്ക് ഒത്തിരി അതിനകത്ത് അഡ്വാൻറ്റേജസ് വരാം, ഡിസഡ്വാൻറ്റേജസ് വരാം. അത്ര ഈസി അല്ല പുറത്ത് പോകുമ്പം. അതാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പോവുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു ഫീൽഡായിരിക്കണം, നല്ലൊരു വർക്കൗട്ട് ചെയ്യണം. എന്തായാലും വി ഹാവ് ടു ബി റെഡി ഫോർ ഡൂയിങ് അവർ ഓൺ അച്ചീവ് ആൻഡ് ഹാർഡ് വർക്ക്. ആ ഒരു കാര്യത്തിൽ നമ്മൾ എത്തുക, നന്നായി പോവുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. എല്ലാവരും നല്ല ലൈഫും നല്ല ഗോൾസും ആയിട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സോ താങ്ക് യു ഓൾ, ബൈ.